അഭിപ്രായമാണ് കേട്ടാ. നമ്മൾ സാധാരണ എല്ലാവർക്കും മടിയാണ്. എൻ്റെ ഒരു സംശയം എന്താ കാര്യം, നിങ്ങൾ ഇവിടെ 100-150 കോഴി ഞാൻ കണ്ടു വന്നിട്ട് വീട്. അതിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ കുടുംബം പോകുന്നത് തന്നെ ഈ ഫാമിലൂടെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് പഴയന്നൂർ, തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരാണ് കേട്ടോ. ഇത് നമ്മുടെ ഷെഫീഖ് ഭായിൻ്റെ കോഴി ഫാമാണ്. ഇതിനകത്ത് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട്, അസീലുണ്ട്, നാടൻ കോഴികളുണ്ട്, അങ്ങനെ പലതരം കോഴികളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഫാമാണ് കേട്ടോ. ഈ ഫാമിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ സ്വദേശി ഷെഫീഖ് ഭായിയുടെ നാടൻ കോഴി വളർത്തൽ വൻ വിജയമാക്കിയ കോഴി ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നും നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. 3 വർഷത്തോളമായി ഷെഫീഖ് ഭായി കോഴി വളർത്തുന്നതിലൂടെ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. 300ഓളം കോഴികൾ ഇപ്പോൾ ഷെഫീഖ് ഭായിയുടെ ഫാമിലുണ്ട്. ഷെഫീഖ് ഭായ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കോഴി കർഷകനാണ്. ഈ കോഴി വളർത്തുന്നതിലൂടെ നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഷെഫീഖ് ഭായ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കോഴികളോളം നമ്മുടെ ഇവിടെ ഉണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഇന്ന് ആദ്യം 100ൻ്റെ വാങ്ങി, പിന്നെ 200ൻ്റെ വാങ്ങി, അങ്ങനെ 2 ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ. 300 മുട്ട വയ്ക്കുന്നത് ഇൻക്യുബേറ്റർ മൊത്തത്തിലുണ്ട് അല്ലേ, 100-200. അപ്പോൾ എൻ്റെ സംശയം തരാം, നിങ്ങൾ ഒരു 3 വർഷം മുമ്പ് ഒരു ഇൻക്യുബേറ്റർ വാങ്ങി, അത് നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു. ആ നാടൻ കോഴി കുഞ്ഞ് 6 മാസം കഴിയുമ്പോൾ മുട്ടയിരിക്കുമ്പോൾ അടയിരിക്കോ ഇല്ലയോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ നമ്മളൊരു 100 കുഞ്ഞുങ്ങളുടെ മുകളിൽ കണ്ടു. അതേപോലെ ഇപ്പോൾ ഇൻക്യുബേറ്ററിൽ ഒരു 5-6 ദിവസം, അല്ല ഇൻക്യുബേറ്ററിലല്ല ബ്രൂഡറിൽ ഒരു 5-6 ദിവസം ആയതിന് ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ അവിടുത്തെ കോഴികൾ തന്നെയാണ് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ നമ്മുടെ കോഴികൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും, ചില കോഴികൾ അട കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വെക്കാറില്ല. കാരണം നമുക്ക് അട കിടക്കണേക്കാളും നമുക്ക് റിസൾട്ട് കിട്ടണം ഇൻക്യുബേറ്ററിലാണ്. നമുക്കൊരു 5-10 കോഴി അട കിടക്കുന്ന നോക്കാം. പിന്നെ തീർച്ചയായും നമ്മളൊരു വ്യവസായമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്യുബേറ്ററിലെ ബെറ്റർ. അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ 5 കോഴി 10 കോഴി വെച്ച് നമ്മൾ കോഴി അടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 കുട്ടികൾ നമുക്ക് ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല. 200-100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ആകുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇതുകൊണ്ട്. തീർച്ചയായിട്ടും ഇത് അടയിരിക്കുന്ന കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പ്, നിങ്ങളുടെ അനുഭവം. ചില ആളുകൾ പറയും ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കോഴി അടയിരിക്കില്ല, ആ കോഴി മറ്റേ മുട്ടയിടില്ല എന്നൊക്കെ ഓരോ ചെറിയ കമൻറ്റ് കാണാം. ഇത് നമ്മളിവിടുന്ന് മുട്ട നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ മുട്ട വാങ്ങി, നമ്മൾ നാടൻ കോഴി ഗ്രൂപ്പിലുള്ള ആളാണ് ഷെഫീഖ് ഭായ്. ആ ഗ്രൂപ്പിൽ തന്നെ മുട്ടയും വാങ്ങി വെച്ച് വിരിയിപ്പിച്ച് ഇത്രയും 300 കോഴികളും ഇവിടെ ഉണ്ട്. ആഴ്ചയ്ക്ക് കോഴികൾ സെയിൽ ചെയ്യുന്ന ആളാണ്. ആളുടെ അനുഭവമാണത്. അപ്പോൾ അടയിരിക്കുന്ന ഇപ്പോൾ നാടൻ കോഴിയുടെ സ്വഭാവം കാണിക്കും, അതൊരു സംശയമില്ല. പിന്നെ മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു ബീവിത്തിരേറ്റ് കോഴി പൂവിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. ഗ്രാമശ്രീ കോഴിയുടെ സ്വഭാവം കാണിക്കും. അതുപോലെ മറ്റേ കൈരളി കോഴിയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. അതാണ് ഇതിന് പ്രത്യേകത. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചതുകൊണ്ട് ഒരു കുറേ ബൾക്കായിട്ട് വെച്ച് വിരിയിപ്പിക്കാം. അപ്പോൾ ഇൻക്യുബേറ്റർ വെച്ച കുട്ടികൾക്ക് അടകിടക്കില്ല. അതൊക്കെ വെറുതെ കള്ളം പറച്ചിലാണ്. അത് അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ആരും കേൾക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷെഫീഖ് ഭായിൻ്റെ ഫാം കണ്ടില്ലേ സുജയ, ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ് കേട്ടാ. നമ്മൾ സാധാരണ എല്ലാവർക്കും മടിയാണ്, എന്ത് പണി ചെയ്യാനും ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് നമ്മൾ. ഒരു മടിയും കൂടാതെ നല്ല രീതിയിൽ തന്നെ ഈ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അതിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ കുടുംബം പോകുന്നത് തന്നെ ഈ ഫാമിലൂടെയാണ്. അവർക്ക് നല്ല സന്തോഷമാണ് നമുക്ക് പങ്കുവെച്ചത്. നല്ല സന്തോഷമുണ്ട്. ഒരു മടിയും കൂടാതെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ഒരു നല്ലൊരു ഫാം സെറ്റ് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. മറ്റുള്ളവരെ കുറ്റം പറയാതെ അവരവരുടെ തൊഴിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതെ അധ്വാനിക്കാനുള്ള മനസ്സ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. പോക്കറ്റ് മണിയേക്കാളും കൂടുതൽ മനസ്സിനൊരു സന്തോഷം കിട്ടും. അതെ, നല്ല ഇതുണ്ട്, പോസിറ്റീവ് എനർജി കിട്ടി ഇവിടെ വന്നപ്പോൾ തന്നെ. അതെ